ഹായ് കൂട്ടുകാരെ. കൂട്ടുകാർ കവിതയൊക്കെ പഠിച്ചോ? മാതൃസ്നേഹത്തിന്റെ കഥ പറയുന്ന ഒരു നല്ല കവിതയല്ലേ നമ്മൾ പഠിച്ചത്? അതുപോലെ പ്രകൃതിയുടെ സ്നേഹം പറയുന്ന മറ്റൊരു കഥ നമുക്ക് കേൾക്കാം. കൂട്ടുകാർക്ക് കഥയൊക്കെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലേ? കൂട്ടുകാർ മൈനയെ കണ്ടിട്ടുണ്ടോ? മുറ്റത്ത് വലിയ വലിയ മരങ്ങളിൽ വന്നിരുന്ന് പാട്ടുപാടുന്ന ഒരു പക്ഷി അല്ലേ? അതെ, കേൾക്കുമ്പോൾ നമുക്ക് രസകരമായി തോന്നുന്ന ഒരു കഥയാണെങ്കിലും ഇതിലടങ്ങിയിരിക്കുന്ന അർത്ഥം വളരെ വ്യത്യസ്തമാണ്. നമുക്ക് കഥ പഠിച്ചതിന് ശേഷം അതിന്റെ വ്യാഖ്യാനം നോക്കാം. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടന്നാലോ? സ്നേഹം താൻ ശക്തി. കുട്ടന് 8 വയസ്സ്, ലൈലയ്ക്ക് 6 വയസ്സ്. സ്കൂൾ ഇനി കുറെ ദിവസത്തേക്ക് തുറക്കുകയില്ല. അതുകൊണ്ട് കളിക്കുകയാണ് മുറ്റത്ത്. വെയിൽ പോയി തുടങ്ങി. അവർ തുള്ളിച്ചാടി കളിച്ചു നടക്കുന്നതിനിടയ്ക്ക് ഒരു മൈന വന്നിരുന്നു. ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല. അവന് തോന്നി പതുക്കെ അടുത്ത് ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന്. എന്നാൽ ആ മൈന ഒരു സൂത്രക്കാരനായിരുന്നു. കുട്ടൻ തൊട്ടില്ല എന്ന് വന്നപ്പോൾ മനുഷ്യർ ചിരിക്കുന്ന സ്വരത്തിൽ മൈന ഒച്ചയുണ്ടാക്കിക്കൊണ്ട് മുറ്റത്തിന്റെ വടക്കേ അരികിൽ നിന്നിരുന്ന മാവിൻ കൊമ്പത്ത് പറന്നുപറ്റി. അതുകൊണ്ട് കുറച്ച് ക്ഷുഭിതനായ കുട്ടൻ മുറിയിലേക്ക് ഓടിപ്പോയി. മടങ്ങി വന്നത് തന്റെ പ്രിയപ്പെട്ട തെറ്റാലിയുമായിട്ടാണ്. അതിലൊരു ചെറിയ കല്ലെടുത്ത് വെച്ച് മൈനയുടെ നേർക്ക് ലാക്ക് നോക്കുന്നത് കണ്ട ലൈല പറഞ്ഞു, ചേട്ടാ, പാവം മൈന, എന്തിനാണ് അതിനെ കൊല്ലുന്നത്? ലൈല പറഞ്ഞതിന്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ടെന്ന പോലെ ആ കിളി ഈണത്തിലൊരു പാട്ടുപാടി. ആ പാട്ടിന്റെ മാധുര്യം അസാധാരണമായിരുന്നു. അതിന്റെ അനുബന്ധം പോലെ ലൈല പറഞ്ഞു, ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നല്ലേ ഇന്നലെ രാത്രി അമ്മ നമ്മോട് പറഞ്ഞത്? എറുമ്പാണെങ്കിൽ കടുക്കിയെങ്കിലും ചെയ്യും. കേൾക്കൂ ആ മൈനയുടെ പാട്ട്. എനിക്കതിന് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. എന്തോ അബദ്ധം ചെയ്യുവാൻ തുടങ്ങിയവനെ പോലെ കുട്ടൻ അവന്റെ കയ്യിലിരുന്ന തെറ്റാലിയും കല്ലും തറയിലിട്ടു. പിന്നെ നടന്നത് ഒരു വലിയ അത്ഭുതമാണ്. മധുരമായി പാടിക്കൊണ്ട് മൈന മാവിന്റെ കൊമ്പിലിരിക്കുമ്പോൾ അതിൽ ഉണങ്ങിയും മുരടിച്ചു നിന്ന ഇലകളെല്ലാം പൊഴിഞ്ഞു താഴെ വീണു. അതിനു പകരം പട്ടുപോലെ മൃദുലമായ തളിരിലകൾ ആ കൊമ്പിലാകെ വന്നു നിറഞ്ഞു. മൈന ഓരോ കൊമ്പിലും മാറി മാറിയിരുന്നു. ഉണങ്ങി മുരടിച്ച് വൃദ്ധയെപ്പോലെ നിന്ന ആ മാവ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിറയെ മാവില കൊണ്ടു പൊതിഞ്ഞു. എന്നു മാത്രമല്ല, കൊമ്പിന്റെ അറ്റത്തെല്ലാം പൂക്കുലകളും കാണാറായി. ലൈല പറഞ്ഞു, ചേട്ടാ, ഇത് വെറും ഒരു മൈനയല്ല. നോക്കൂ, ക്രിസ്റ്റീനയുടെയും റഹ്മാന്റെയും വീട്ടുമുറ്റത്ത് എത്രമാതിരി പഴച്ചെടികളും പൂച്ചെടികളുമാണുള്ളത്. നമുക്ക് ആകെയുള്ളത് ഈ മാവാണ്. അതോ ഉണങ്ങി ഇലയെല്ലാം കുരുണിപ്പോയത്. ഈ മൈന വന്ന് പാട്ടുപാടി ആ മരത്തെ പുതുതാക്കിയിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈന മനുഷ്യ ശബ്ദത്തിൽ ഒരു പാട്ടുകൂടി പാടി. സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൻ സ്വയം. സ്നേഹം താൻ ആനന്ദമാർക്കും. സ്നേഹം താൻ ജീവിതം ശ്രീമാൻ. സ്നേഹവ്യാഹതി തന്നെ മരണം. മൈന ഇങ്ങനെ വീണ്ടും വീണ്ടും പാടുന്നത് കേട്ടപ്പോൾ കുട്ടികൾക്ക് അത് പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ മുറ്റത്തും പുരയിടത്തിലും അവർ എവിടെ നിന്നല്ല ഇത് പാടിയോ അവിടെ നിന്നെല്ലാം ഒരു മായാവിദ്യ എന്ന പോലെ നല്ല ശോഭയും മണവും തേനുമുള്ള പൂക്കൾ തീർത്തുകൊണ്ട് ഓരോ ചെടി പ്രത്യക്ഷപ്പെട്ടു. ആ നാട് തന്നെ പാട്ടുകേട്ട് കുളിർത്തതുപോലെ വസന്തത്തിൽ എന്നതുപോലെ അതീവ സുന്ദരമായി തീർന്നു. നിത്യചൈതന്യത. ഇത്തിരി കാര്യം. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? ഒന്നും മനസ്സിലായില്ല അല്ലേ? അപ്പൊ നോക്കൂ, നിത്യചൈതന്യതയുടെ മനോഹരമായ ഒരു കവിതാ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇത്തിരി കാര്യം എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ കഥ. ലൈലയും കുട്ടനും മൈനയും, ഇവര് 3 പേരുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. തന്റെ മുറ്റത്ത് വന്നിരുന്ന ഒരു മൈനയെ പിടിക്കാൻ കുട്ടൻ പോകുന്നു. എന്നാൽ മൈനയാകട്ടെ പറന്ന് മാവിൻ കൊമ്പിലേക്ക് കയറുന്നു. ആ മാവാകട്ടെ മുഴുവൻ ഉണങ്ങി നിന്നതായിരുന്നു. ഉടനെ ദേഷ്യം വന്ന കുട്ടൻ എന്ത് ചെയ്തെന്നറിയാമോ? തെറ്റാലി എടുക്കാനായിട്ട് വീട്ടിനകത്തേക്ക് ഓടി. തെറ്റാലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, കവണയും കല്ലും. കൂട്ടുകാർക്കറിയില്ലേ? വൈ പോലെ വച്ചിട്ട് ബാറ് വെച്ച് കല്ല് അടിച്ചു വിടുന്ന ഒരു വസ്തു, അതാണ് തെറ്റാലി. അപ്പൊ ഈ തെറ്റാലി എടുക്കാനായിട്ട് കുട്ടൻ അകത്തുപോയി. തെറ്റാലിയുമായിട്ട് പുറത്തു വന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ?
കല്ല് വെച്ച് മൈനയെ ഉന്നം വയ്ക്കുന്നത് ലൈല കണ്ടു. ഉടനെ ലൈല പറഞ്ഞു, ചേട്ടാ, ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യരുത്, വേദനിപ്പിക്കരുത്. അമ്മ ഇന്നലെ അതല്ലേ പറഞ്ഞു തന്നത്, ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്നാണ് അല്ലേ? അപ്പോ ഉറുമ്പാണെങ്കിൽ നമ്മളെ കടിക്കുകയെങ്കിലും ചെയ്യും. പക്ഷേ ഈ മൈനയെ നോക്കൂ, നന്നായി പാടുന്നുണ്ട്. ആ പാട്ട് കേട്ട് എനിക്ക് അതിനൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ എന്ത് ചെയ്തെന്നറിയാമോ? കുട്ടൻ തെറ്റാലിയെല്ലാം താഴെയിട്ട് അങ്ങനെ നിന്നു. പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിച്ചു കൂട്ടുകാരെ. എന്താ അത്? മാവിന്റെ ചില്ലകളെല്ലാം വരണ്ട് ഉണങ്ങി നിന്നിരുന്ന ഇല താഴേക്ക് പതിയുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഭംഗിയുള്ള തളിരിലകൾ പൂക്കുന്നു, അതോടൊപ്പം പൂക്കളും. അപ്പോ അവർക്ക് അത്ഭുതമായി. ലൈല അപ്പൊ പറയാണ്, ചേട്ടാ, ഇത് വെറും ഒരു മൈനയല്ല. നമ്മുടെ കൂട്ടുകാരില്ലേ, ക്രിസ്റ്റീനയും റഹ്മാനും, അവരുടെ വീട്ടുമുറ്റത്തെ ഒരുപാട് പഴച്ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. നമുക്കോ ആകെയുള്ളത് ഈ മാവാണെങ്കിലോ മുഴുവൻ ഉണങ്ങിപ്പോയതും. പക്ഷേ ആ മൈന വന്ന് പാട്ടുപാടിയപ്പോഴേ ആ മരം പുതുതായില്ലേ. നമുക്കും ഇങ്ങനെ പാടാൻ കഴിഞ്ഞെങ്കിൽ എന്നവള് പറഞ്ഞു. ഉടനെ മൈന ഒരു പാട്ട് പാടി. എന്താ പാടിയത് കൂട്ടുകാരെ? സ്നേഹത്തിൽ നിന്നാണ് ലോകം ഉദിക്കുന്നത്, സ്നേഹത്താൽ എല്ലാം നേടുന്നു. ലോകം ഉദിക്കുന്നത് തന്നെ സ്നേഹത്തിൽ നിന്നാണ്, സ്നേഹത്താൽ തന്നെയാണ് അത് പുതുതാകുന്നതും. ഈ ലോകത്തിൽ സ്നേഹമാണ് എല്ലാറ്റിനും ശക്തിയായിരിക്കുന്നത്. സ്വയമായിട്ട് സ്നേഹിക്കുന്നവർ നമുക്ക് ആനന്ദം പകർത്തുന്നു. ജീവിതത്തിലും സ്നേഹമാണ് ഏറ്റവും അതിപ്രധാനമായിരിക്കുന്നത്. മരണത്തിലും സ്നേഹമാണ് വ്യാഹതി. ഇതുപോലെ മൈന പാടി. ഇത് കേട്ട് കുട്ടികളും പാടി. അവരെന്നിട്ട് പുരയിടത്തിലും മുറ്റത്തും എല്ലാം ഓടി നടന്നു. അവിടെ എന്തു ചെയ്തെന്നറിയാമോ? നല്ല മണമുള്ള തേനുള്ള നല്ല പൂക്കളുള്ള ചെടികൾ പ്രത്യക്ഷപ്പെട്ടു. ആ നാട് തന്നെ പാട്ട് കേട്ട് എന്ത് ചെയ്തു? കുളിർത്തു. അതുപോലെ വസന്തം പോലെ, വസന്തം എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? അതെ, പൂക്കാലം വന്നതുപോലെ ആ നാടെല്ലാം സുന്ദരമായി തീർന്നു. ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് നമുക്ക് എന്ത് ചെയ്യും? തോന്നിപ്പോവും അല്ലേ കൂട്ടുകാരെ? ശരിയാണ്, ഇതൊരിക്കലും നടക്കുന്നതല്ല. എന്നാൽ നമ്മൾ എന്താ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? നാം പ്രകൃതിയെ സ്നേഹിക്കുകയാണെങ്കിൽ പ്രകൃതി നമ്മളെയും തിരിച്ച് സ്നേഹിക്കും. നമ്മൾ പ്രകൃതിയെ ദ്രോഹിക്കുകയാണെങ്കിലോ പ്രകൃതിയും നമ്മെ തന്നെ ദ്രോഹിക്കും. നോക്കൂ, നമുക്കൊരു കാര്യം ചിന്തിക്കാം. കുട്ടൻ വന്ന് തെറ്റാലിയുമായിട്ട് അല്ലേ, തെറ്റാലി വെച്ച് ആ മൈനെ താഴെ തള്ളിയിട്ടിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു കൂട്ടുകാരെ? ഇല്ലല്ലേ. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മാവ് എന്ത് ചെയ്യും? പട്ട് അങ്ങ് ഇല്ലാതായി പോകും. എന്നാൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചതോ? കുട്ടൻ തെറ്റാലി കളഞ്ഞ് ആ മൈനെ സംരക്ഷിക്കാൻ തയ്യാറായപ്പോ അവന് തന്നെ എന്തായി മാറി? അതൊക്കെ ഗുണമായി മാറി. അപ്പൊ കൂട്ടുകാര്, ഇനി ചെയ്യേണ്ടതെന്താ? നാം മനുഷ്യരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പ്രകൃതിയെയും സ്നേഹിക്കണം. പ്രകൃതിയെ സ്നേഹിക്കാതിരുന്നാൽ പ്രകൃതി നമ്മെ ദ്രോഹിക്കും. അതിനുദാഹരണങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായത്. പണ്ട് കാലങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായാലും മരങ്ങളുടെ വേരുകൾ അതിനെ തടഞ്ഞു നിർത്തുമായിരുന്നു. എന്നാൽ ഇന്നോ മരങ്ങളൊന്നും കാണാനേയില്ല. ചില ഗ്രാമപ്രദേശങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടവും എന്ത് ചെയ്തു കൂട്ടുകാരെ? മരങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞ് അവിടെ ഫ്ലാറ്റുകളും വലിയ വലിയ വീടുകളും ഒക്കെ വെച്ചു. അപ്പോ നമുക്ക് പ്രകൃതിയോട് ഇഷ്ടമുണ്ടോ? ഇല്ലല്ലേ. ഇനി മുതൽ കൂട്ടുകാരെ കുഞ്ഞു കുഞ്ഞു മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. നമുക്കും ഉണ്ടാക്കാം ഒരു ലോകം. എന്തിന്റെയാ? സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ഒരു കുഞ്ഞു ലോകം, പ്രകൃതിയുടെ ലോകം. കൂട്ടുകാരെ റെഡിയല്ലേ? ശരി, അപ്പൊ ഈ അവധിക്കാലം കൂട്ടുകാർ അതിനായി വിനിയോഗിക്കണം. ഈ കഥയും കഥയുടെ സാരവും പാട്ടുമൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക.
താങ്ക് യു ഫോർ വാച്ചിങ്.